ശ്രീകോവിലിന് പുറത്തെ വിശേഷങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ല. അത്ര ഭംഗിയാണ് പുറത്തു നിന്നുള്ള കാഴ്ച. ഇനി ശ്രീകോവിലിന് അകത്തേക്ക് കിടക്കാം. ശ്രീകോവിലിനകത്ത് കിടന്ന് ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കടന്ന് അവിടുത്തെ ദർശനം, തിരുമുറ്റത്തു നിന്നുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാവുന്നതാണ്. ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കടന്നാൽ അതിഗംഭീരമായ ഒരു ആനന്ദമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. ഭഗവാൻ കിഴക്ക് ദർശനമാണ്. ശ്രീകോവിലിൻ്റെ മുന്നിലായി ഒരു ചെറിയ മണ്ഡപം, ശിലാമണ്ഡപം തീർത്തിട്ടുണ്ട്. അതിനു മുന്നിലായി ഒരു കെടാവിളക്കം സ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണയായി മഹാദേവൻ്റെ മണ്ഡപത്തിൽ ഭഗവാന് നേരെ ഭഗവാന്റെ ഭക്തനും ദാസനും തോഴനുമൊക്കെയായ നന്ദികേശൻ്റെ ഒരു പ്രതിഷ്ഠ അഭിമുഖമായി ഉണ്ടാവും. ഇവിടെ അത്തരത്തിൽ ഒന്നില്ല. കാരണം ഇവിടെ തെക്കൻ കൈലാസത്തിൽ ഭഗവാൻ ഏകനായി ധ്യാനാവസ്ഥയിലാണ് കുടികൊള്ളുന്നത് എന്നതാണ് വിശ്വാസം. ശ്രീകോവിലിൻ്റെ പ്രദക്ഷിണം ഓവുചാലിൻ്റെ അതുവരെ മാത്രം. വീണ്ടും തിരികെ വരണം. ക്ഷേത്രത്തിനകത്തെ മറ്റു ഉപദേവതകൾ ഒന്നും തന്നെയില്ല. ഏകനായി ധ്യാനാവസ്ഥയിലുള്ള ഭഗവാൻ മാത്രം. തൊട്ടടുത്തായി ദേവിയുടെ ശ്രീകോവിലും കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദേവിയുടെ ശ്രീകോവിലിന് മുന്നിലാണ്. അവിടെയും വളരെ ഗംഭീരമായ ഒരു ആനന്ദമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. ഉപദേവാലയങ്ങളൊന്നുമില്ല. കിഴക്ക് ദർശനമായി അഭയ വരദ മുദ്രകളോടെ ഇരിക്കുന്ന ദേവിയുടെ രൂപം കമനീയമാണ്. ഈ ക്ഷേത്രത്തിനകത്ത് കടന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത് തമിഴ്നാട് ദേവസ്വത്തിന് കീഴിലാണ്. ഈ രണ്ട് ശ്രീകോവിലുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് ഇടയ്ക്ക് ഒരു കുളമുണ്ട്. മധ്യഭാഗത്തായി ചെറുതല്ലാത്ത ഒരു തീർത്ത കുളമുണ്ട്. എത്ര കടുത്ത വേനലിലും വറ്റാത്ത ഉറവയായി പാറമുകളിൽ ഈ ജലാശയം അതിശയം തന്നെ. ഈ കുളത്തിൽ ഇറങ്ങി കൈകാലുകൾ കഴുകുന്നതിനും മറ്റും ഭക്തർക്ക് വിലക്കുണ്ട്. കാരണം ഇത് തീർത്ഥമാണ്. തീർത്ഥമെന്ന് പറഞ്ഞാൽ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഒഴുകി വരുന്നതാണ്. പാറയുടെ ഇടയിൽ നിന്നും തീർത്ഥ ജലമായി പ്രവാഹമായി ഒഴുകി വരുന്നതാണ്. കടുത്ത വേനലിൽ പോലും ഇത് വറ്റാത്ത ഒരു ഉറവയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നത് വളരെയധികം അതിശയകരമായൊരു കാര്യം തന്നെയാണ്. ഇതിനടുത്തായി ചെറിയൊരു ഗുഹാമുഖവും ഉള്ളതായി പറയപ്പെടുന്നു. കന്യാകുമാരി ദേവസ്വം ബോർഡിന് കീഴിൽ കുഴുത്തുറ സബ് ഗ്രൂപ്പിലാണ് ഈ ക്ഷേത്രം വരുന്നത്. തമിഴ്നാടാണ്. അതുകൊണ്ട് തന്നെ തിരുമുറ്റത്ത് നിന്നും ഉള്ളിൽ കടന്ന് തിരുമുറ്റത്ത് നിന്നും ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമോ എന്ന് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും ക്ഷേത്രം സെക്രട്ടറി കൂടിയായ ശ്രീ മോഹൻ ദേവിൻ്റെ സഹായവും മഹാദേവൻ്റെ അനുഗ്രഹവും ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. ഈ കൈലാസത്തിൽ വളരെ അത്ഭുതകരമായി കാണാൻ മറ്റൊരു കാഴ്ച കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു ഭക്തനെയും കൂടി കാണാൻ കഴിഞ്ഞു. 93 വയസ്സുള്ള ഒരാൾ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ പരസഹായമില്ലാതെ തന്നെ മല കയറി ഇവിടെ എത്തുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാന്റെ പ്രസാദം കഴിച്ചാണ് മടങ്ങുന്നത്. ഒരു അത്ഭുതമായി തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കാഴ്ച. ഇദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. ഈ അത്ഭുത മനുഷ്യൻ്റെ കഥ നമുക്ക് നാളത്തെ ഭാഗത്തിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കഥ കൂടി കേൾക്കാതെ പോകാനും കഴിയില്ല. കാരണം വളരെ അതിശയകരമായ ഒരു കാഴ്ചയാണ് ഈ മനുഷ്യനിലൂടെ എനിക്ക് ലഭ്യമായത്. ഈ വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.